തങ്കവ് മാസ്റ്റർ എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റൻ്റ് ഉണ്ട്. അദ്ദേഹം നൃത്തം പഠിച്ചിട്ടുണ്ട്. ഈ പയ്യന് സംശയങ്ങളാണ്. അതിൻ്റെ താളം എങ്ങനെയാണ് പോകുന്നതെന്ന് ഈ സംഗീത സംവിധായകനോട് കിട്ടുന്ന ഇടവേളകളിൽ ചെന്ന് ചോദിക്കും. ചിലപ്പോൾ ശല്യം തോന്നും. എടാ ഇന്നലെ വന്ന് ചോദിച്ചതല്ലേ, ഇതെന്താ വീണ്ടും? ആ ഷോട്ടുകളുടെ ചിത്രീകരിക്കുന്നതിനുള്ള ആ ഒരു സൗന്ദര്യം, അതിനു വേണ്ടിയായിട്ടാണ് അവൻ ഈ സംശയങ്ങൾ നിരന്തരം ചോദിച്ച് തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ശല്യമായിട്ട് പിന്നീട് ദേവരാജ മാസ്റ്റർ കരുതിയില്ല. കന്യാകുമാരി കടൽപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയൊരു കഥ. അപ്പോൾ അതിലൊരു നായകൻ വേണം. അന്വേഷിച്ച് വന്നപ്പോൾ തൻ്റെ പല സിനിമകൾക്കും നൃത്ത സംവിധാനത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നതും തൻ്റെ തന്നെ ഒരു പഴയ സിനിമയെ കണ്ണും കരളും എന്ന സിനിമയിലെ ബാലനടനെ ഓർമ്മ വന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോകളിൽ വെച്ചതിനും കാണും. തൻ്റെ തന്നെ പല ചിത്രങ്ങൾക്കും പാട്ടുകൾക്ക് നൃത്ത ചുവടുകൾ പറഞ്ഞു കൊടുക്കുന്ന ആ യുവാവിനെ ഓർത്തു. അങ്ങനെ ആ യുവാവിനെ നായകനാക്കിക്കൊണ്ട് 1974 കന്യാകുമാരി എന്ന ചിത്രം പ്രദർശനത്തിനെത്തി. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും, ഈ അസിസ്റ്റൻ്റ് എന്ന പയ്യൻ നൃത്ത സംവിധായകൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. കന്യാകുമാരിയിലൂടെ മലയാളികൾ നെഞ്ചിലേറ്റിലടിച്ച റൊമാൻറ്റിക് ഹീറോ, ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഉലകനായകൻ കമലഹാസൻ. ഇതിപ്പോൾ പറയാൻ കാര്യം, അടുത്തിടയിൽ ഞാൻ ടി വിയിൽ ന്യൂസ് കണ്ടു, അദ്ദേഹം രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതായിട്ട്. അപ്പോഴാണ് എനിക്ക് ഇത്രയും എൻ്റെ മനസ്സ് പുറകോട്ടോടിയത്. മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളും അല്ലാതുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇനി വേറൊരു കാര്യം കൂടെയുണ്ട്. ഏകദേശം ഇത് 2025 75 തമിഴ്നാട്ടിൽ വളരെയധികം ഹിറ്റായ ഉണ്ണിമേരിക്കും തമിഴ്നാട്ടിലെ പേര് ദീപ എന്നാണ്. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം ഗാനരംഗം. കമലഹാസനും ഉണ്ണിമേരിയും കൂടെ അഭിനയിച്ച ഒരു പ്രേമരംഗത്തിലെ ഗാനം, അത് പാടിയേക്കുന്നതും കമലഹാസനാണ്. ഈ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്, ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ പാടിയിട്ടുള്ള ഒരേ ഒരു നടനാണ് കമലഹാസൻ. വേറെ ഒരു നടന്മാരും പാടിയിട്ടില്ല. പിന്നെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. ശബ്ദം കൊടുക്കുക വെച്ചാൽ ചില സിനിമകളുടെ ഇടയ്ക്കുള്ള ഡയലോഗുകൾ, ഉദാഹരണമായിട്ട് വാഴ്വേമയത്തിൽ സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന് പറയുന്നിടത്ത്, ഈ പ്രതിമ നീയാണ്, ശില്പി ഞാനും, എനിക്ക് പേടിയൊന്നെന്ന് സംഭാഷണ ശകലങ്ങളുണ്ട്. അത് ആർട്ടിസ്റ്റ് എന്ന് പറയും. പക്ഷെ അതല്ലാതെ പാട്ട് പാടിയെക്കുറിച്ചാൽ അങ്ങേയറ്റം കഴിവുള്ളവരെ കൊണ്ട് മാത്രം പാടിക്കാൻ ദേവരാജ മാസ്റ്റർ കമലഹാസനെ കൊണ്ട് പാടിച്ചതിൻ്റെ പിന്നിലും അയാളുടെ അറിവും സംഗീതത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവും കഴിവും കണ്ടറിഞ്ഞിട്ടാണ് മാസ്റ്റർ അന്തരംഗത്തിലെ ഞായർ ഒളിമഴയിൽ എന്നുള്ള പാട്ട് കൊടുക്കുന്നത്. അതിലും ഒരു കഥയുണ്ട്. ഈ കമലഹാസൻ കന്യാകുമാരിയിൽ അഭിനയിച്ചെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നീടാണ് അദ്ദേഹം എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത വിഷ്ണു വിജയം എന്നൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതൊരു ഇംഗ്ലീഷ് സിനിമയുടെ കഥയെ ആധാരമാക്കി സമരിയാസ് എന്നൊരു വലിയ ചിട്ടിക്കമ്പനി ഉണ്ടായിരുന്നു, അവർ നിർമ്മിച്ച സിനിമയായിരുന്നു വിഷ്ണു വിജയം. വളരെ ചുരുങ്ങിയ ചിലവെന്ന് വെച്ചാൽ 3-4 ആർട്ടിസ്റ്റുകളാണ്. ഇന്ന് കമലഹാസൻ, ഷീല മാത്രമേ ഉള്ളൂ. വേറെ വനിതാ നടികളൊന്നും തന്നെ ഇല്ല. കന്നഡത്തിലെ പ്രശസ്ത നടനായ അംബരീഷ് ആയിരുന്നു വിഷ്ണു വിജയത്തിലെ വില്ലൻ റോളിൽ അഭിനയിച്ചിരുന്നത്. അന്ന് അംബരീഷ് എന്നായിരുന്നില്ല പേര്, അമർനാഥ് എന്നായിരുന്നു പേര്. താരതമ്യേന പുതുമുഖ നടനായിരുന്നു അദ്ദേഹം. അങ്ങനെ കമലഹാസൻ, അമർനാഥ്, ഷീല, പറവൂർ ഭരതൻ, PK എബ്രഹാം, വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. ആ സിനിമയിൽ കമലഹാസൻ്റെ പ്രകടനം വളരെയധികം ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേക തരത്തിലുള്ള ചെറുപ്പക്കാരൻ്റെ വേഷമായിരുന്നു. നമുക്ക് ഓരോ നിമിഷവും കമലഹാസൻ്റെ നീക്കങ്ങളിൽ ഒരു ഉദ്വേഗം വളർത്തുന്ന റോളായിരുന്നു. അതിലൊരു പാട്ടുണ്ട്, കമലഹാസൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഷീല അടുത്തിരിപ്പുണ്ട്, പാട്ടുണ്ട്, പുഷ്പദലങ്ങളാൽ നഗ്നത മറയ്ക്കും സർപ്പസുന്ദരി പ്രകൃതി സ്വപ്നസുന്ദരി എന്നൊരു ഗാനമുണ്ട്. ഇത് ഇങ്ങനെ ഈ പാട്ട്
ചിത്രീകരണ സമയത്ത് പാടിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുക്ത ശ്രീനിവാസൻ്റെ ഒരു കമ്പനിയുണ്ട് തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിലേക്ക് കമലഹാസനെ അഭിനയിക്കാൻ വിളിക്കുന്നു. അങ്ങനെ മുക്ത ശ്രീനിവാസൻ്റെ ഓഫീസിൽ കമലഹാസൻ എത്തുകയാണ്. എത്തിക്കൊണ്ടിരുന്ന് അപ്പോൾ മുക്ത ശ്രീനിവാസൻ വരുമ്പോൾ കമലഹാസൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, പുഷ്പജലങ്ങളാൽ നഗ്നത മറയ്ക്കും. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു വെസ്റ്റേൺ രീതിയിലുള്ള BGM ആണ് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. 74-ലെ പാട്ടാണെന്ന് ആലോചിക്കണം നമ്മൾ. ഒരു അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. അപ്പം ചോദിച്ചു, ഇതേത് പാട്ടിത്, ആര് ചെയ്തു? പറയും, ഇത് പടം പുറത്തിറങ്ങിയിട്ടില്ല, 2 ദിവസം മുമ്പ് ഷൂട്ടിങ് കഴിഞ്ഞതോടെ എൻ്റെ. അതാരാ? അത് പറഞ്ഞാൽ ദേവരാജ മാസ്റ്ററാണ്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാനതാ പാടിക്കൊണ്ട് കിടക്കുന്നത്. നമ്മുടെ അടുത്ത പടത്തിൽ ദേവരാജ മാസ്റ്റർ വിളിച്ചാൽ അങ്ങനെയൊന്നും അദ്ദേഹം വരത്തില്ല. അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെടണം, അതിൻ്റെ കാര്യങ്ങൾ സമയം വേണം, ഒരുപാട് തിരക്കുള്ള സംവിധായകനാണ്. എന്നാൽ എനിക്ക് ആഗ്രഹം ഒന്ന് അദ്ദേഹത്തെ കാണാം, നീ പറഞ്ഞാൽ മതി. അങ്ങനെ കമലഹാസൻ ചെന്ന് ദേവരാജ മാസ്റ്ററെ കാണുകയും ഈ കാര്യങ്ങൾ പറയുകയും കമലഹാസൻ്റെ താല്പര്യം അനുസരിച്ച് അദ്ദേഹം ചെയ്യാമെന്ന് ഏറ്റു. അങ്ങനെ മുക്ത ശ്രീനിവാസൻ പറഞ്ഞു, എനിക്ക് ഇതേപോലെ ഒരു പാട്ട് വേണം. അപ്പോൾ ദേവരാജ മാസ്റ്റർ ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു പാട്ട് പോലെ ഞാൻ വേറൊന്നും ചെയ്യത്തില്ല, ഇതേ അന്തരീക്ഷം തന്നെ വേറൊരു രീതി ചെയ്യാം. അങ്ങനെ സമ്മതിച്ചു, പാട്ട് കമ്പോസ് ചെയ്തു. അപ്പം ഗായകനാര്? അപ്പോൾ മാസ്റ്റർക്ക് തോന്നി ഇത് അഭിനയിക്കുന്നത് ആരാന്ന് ചോദിച്ചു, കമലഹാസനാണ്. എങ്കിലെന്തുകൊണ്ട് ഇയാളെ കൊണ്ട് തന്നെ പാടിച്ചൂടാ? അത് ഒരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. കമലഹാസനൊരു പേടി, മാസ്റ്റർ മുമ്പിലാണ് പാടേണ്ടത്. അദ്ദേഹം വിറച്ചു, എന്നെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷേ എന്നാലും മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് ദേവരാജ മാസ്റ്റർ കീഴിൽ പാടേണ്ട അവസരമല്ലേ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ മാസ്റ്റർ ആദ്യമായിട്ട് പറഞ്ഞത്, നീ ഒരു ഗായകനല്ല, അതുകൊണ്ട് നീ ഒരാഴ്ചയെങ്കിലും എൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ. കാരണം നിന്നിൽ ആ തൊണ്ട വഴങ്ങിയെടുക്കുന്ന രീതിയിൽ പരിശീലനം എനിക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ റെക്കോർഡിങ് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കമലഹാസന് വലിയ സന്തോഷമായി. ഏകദേശം ഒരാഴ്ചയോളം രാവിലെ വരും, ഉച്ചയ്ക്ക് തിരിച്ചു പോകും, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരമായിരിക്കും. ഇങ്ങനെ നിരന്തരം മാസ്റ്റർ അദ്ദേഹത്തെ പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് വഴങ്ങുന്ന രീതിയിൽ സംഗതി താളക്രമങ്ങളും പാട്ടുകളൊക്കെ പഠിപ്പിച്ചെടുത്ത് കമലഹാസനെ നല്ലൊരു ഗായകനാക്കി പ്രതിഷ്ഠിച്ചു. അത് എന്നും കമലഹാസൻ പറയും, എന്നിലെ ഗായകനെ ഉണർത്തിയെടുത്തത് ദേവരാജ മാസ്റ്ററാണ്, വേറെ ആരെക്കൊണ്ടും പറ്റത്തുമില്ല. അങ്ങനെ ഒരു ഗായകനായിട്ട് അറിയപ്പെട്ടതും ദേവരാജ മാസ്റ്ററിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണെന്ന് പറയുമായിരുന്നു. അതുകൂടാതെ ഈ മാസ്റ്റർ സംഗീതം ചെയ്ത പല പാട്ടുകളും കമലഹാസൻ പാടി അഭിനയിച്ചിട്ടുണ്ട്. ഈറ്റയിൽ മുറിക്കിച്ചു വന്നതോ, വിഷ്ണു വിജയത്തിലെ പാട്ടുകൾ, ശ്രീദേവിയിൽ, അങ്ങനെ ഒരുപാട്. കമലഹാസൻ സത്യവാൻ സാവിത്രിയിലെ ആഷാഢം, നീലാംബുജങ്ങൾ, പിന്നെ ആനന്ദവാനത്തൻ പട്ടം പറന്നു, കൂടിയാട്ടം കാണാൻ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ പാട്ടുകൾ കമലഹാസൻ പാടിയ. കമലഹാസൻ എപ്പോഴും ആരാധനയോടുകൂടി കണ്ടുവന്നിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു ദേവരാജ മാസ്റ്റർ. അദ്ദേഹം മരിച്ച ദിവസം അതിരാവിലെ, അന്ന് വളരെ തിരക്കേറിയ നടനാണ് അദ്ദേഹം, ഒരു ഭീമാകാരമായൊരു വലിയ പുഷ്പഹാരം ആയിട്ടാണ് വന്ന് മാസ്റ്റർ മൃതദേഹത്തിൽ അത് സമർപ്പിക്കുകയും കുറേ നേരം കണ്ണടച്ച് ഒരു ധ്യാനത്തിലായിരുന്ന കമലഹാസൻ എനിക്കന്ന് കാണാൻ പറ്റി. കുടുംബാംഗങ്ങളെല്ലാം കണ്ട് ആശ്വസിപ്പിച്ചിട്ടാണ് പോയത്. എന്ത് കാര്യത്തിൽ അദ്ദേഹം ദേവരാജ മാസ്റ്ററെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഈ ബഹുമതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാസ്റ്റർ അങ്ങനെ ആരെയും കൊണ്ട് പാടിക്കത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിഞ്ഞിട്ടാണ് ആ നായകൻ തന്നെ ചേരുന്ന രീതിയിൽ അങ്ങനെ ഒരു ബഹുമതിയുണ്ട് കമലഹാസന്. ദേവരാജ മാസ്റ്റർ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു അഭിനയിച്ച നടൻ ആദ്യമായിട്ട് പാടുന്ന ബഹുമതിയും കൂടെ കമലഹാസനുണ്ട്. അങ്ങനെ തങ്കപ്പൻ മാസ്റ്ററുടെ അസിസ്റ്റൻ്റായിട്ട് വരികയും നൃത്ത സംവിധാനത്തിലൂടെ മാസ്റ്ററിൻ്റെ പാട്ടുകളെ ചിത്രീകരിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഉണർത്തിവിട്ട് അദ്ദേഹം പിന്നീട് നായകനാവുകയും ആ ഒരു സിനിമയിൽ ഗായകനായിട്ട് ഉയരുകയും, അങ്ങനെ ദേവരാജ മാസ്റ്ററിൻ്റെ നിരന്തരമായൊരു സ്നേഹ സാമീപ്യം കമലഹാസൻ ഉണ്ടായി എന്ന് എപ്പോഴും പറഞ്ഞു. അദ്ദേഹം മരണസമയത്തും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ദേവരാജ മാസ്റ്റർ എന്ത് കാര്യമുണ്ടെങ്കിലും കമലഹാസൻ ഓടി വരുമായിരുന്നു. അങ്ങനൊരു ബന്ധമായിരുന്നു.
തങ്കപ്പൻ മാസ്റ്റർ വഴി ദേവരായ മാസ്റ്ററിലൂടെ കമലഹാസൻ വന്ന ബന്ധം. ഇന്ന് രാജ്യസഭാംഗമായി നിൽക്കുന്നെങ്കിലും ദേവരായ മാസ്റ്റർക്ക് കമലഹാസനെയും കമലഹാസൻ ദേവരായ മാസ്റ്ററെയും ഒരുപോലെ പ്രിയമുള്ളവരായിരുന്നു. അത് ഞാനിപ്പം ഈ ഈ തരുണത്തെ ഞാൻ ഓർത്തു പോയതാണ്. ഏകദേശം ഇന്ന് 50 വർഷമായി അന്തരംഗത്തിലെ ഞായർ ഒളി മഴ എന്നുള്ള പാട്ട് ഇറങ്ങിയിട്ട്. അതിൻ്റെ 50-ാമത്തെ വർഷം കൂടെയാണ്. അതും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.